നമസ്കാരം. ഒരു കല്യാണ വിശേഷത്തെക്കുറിച്ചാണ് എനിക്കിന്ന് നിങ്ങളോട് പറയാനുള്ളത്. ഇന്നലെ ഞാൻ ആ കല്യാണത്തിൽ പങ്കെടുത്തിരുന്നു. സമയക്കുറവ് മൂലം വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം എനിക്ക് മിസ്സായി. എന്തായാലും ഇന്ന് അത് കാണാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ കുറച്ച് നേരത്തെ തന്നെ കല്യാണത്തിന് പോയി. നഷ്ടപ്പെട്ടില്ല, ആ സംഭവം കാണാനായി. സാധാരണ രീതിയിൽ നമ്മൾ ഈ പുരാവസ്തുക്കളുടെ പ്രദർശനമൊക്കെ പല സ്ഥലങ്ങളിലും കാണാറുണ്ട്. പക്ഷെ കല്യാണ വീടുകളിൽ അല്ലെങ്കിൽ കല്യാണ മണ്ഡപങ്ങളിൽ അത്തരത്തിലുള്ള പ്രദർശനം എന്നൊക്കെ പറഞ്ഞാൽ അതൊരു വേറിട്ട കാഴ്ചയാണ്. എന്തായാലും ആ വെറൈറ്റി കല്യാണവുമായി ബന്ധപ്പെട്ട് അതിന്റെ ചില ദൃശ്യങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാം. ഉബൈദ് എന്നു പേരുള്ള ഒരു മനുഷ്യൻ 40 വർഷമായി അദ്ദേഹം പുരാവസ്തുക്കൾ ശേഖരിക്കുന്നുണ്ട്. എന്തായാലും ഈ ശേഖരിച്ച പുരാവസ്തുക്കൾ പല സ്ഥലങ്ങളിലും അദ്ദേഹം പ്രദർശിപ്പിക്കാറുണ്ട്. ഇത് രണ്ടാമത്തെ കല്യാണത്തിലാണത്രേ അദ്ദേഹം ഈ പുരാവസ്തു ശേഖരം പ്രദർശിപ്പിക്കുന്നത്. സാധാരണ രീതിയിൽ സ്കൂളുകളിലും മറ്റു പരിപാടികളിലുമൊക്കെ പ്രദർശിപ്പിക്കാറുണ്ടെങ്കിലും ബന്ധുവിന്റെ കല്യാണമായതിനാൽ ഈ കല്യാണത്തിലും പ്രദർശിപ്പിച്ചു. നേരത്തെ ഒരു കല്യാണത്തിൽ കൂടെ അദ്ദേഹം പ്രദർശിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് ആ പുരാവസ്തുക്കളൊന്ന് പരിചയപ്പെടാം. ഒപ്പം ഉബൈദ് എന്ന് പറയുന്ന ഈ പുരാവസ്തുക്കൾ ശേഖരിക്കുന്ന മനുഷ്യനെയും. ഒരുപാട് സംഭവങ്ങളൊക്കെ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരു കല്യാണ വീട്ടിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലെ ഈ സാധനങ്ങളുടെ മുഴുവൻ പേരൊന്നും എനിക്ക് പറയാറില്ല. പുരാവസ്തു ശേഖരിക്കുന്ന ഒരു വ്യക്തിയാണ്. 40 വർഷമായിട്ട് ഇദ്ദേഹം ഒരുപാട് സംഭവങ്ങളുണ്ട്. പേരുകൾ പറഞ്ഞ എന്തൊക്കെ സംഭവം? ഇതിൽ കരി, നഖം, പിന്നെ മരം, തൊപ്പിപ്പട, അങ്ങനെ പഴയ കാലത്ത് കൃഷിക്ക് ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ ഒരു വിധമുള്ളതൊക്കെ ഞാൻ ഉപയോഗിച്ചിരുന്നത് തന്നെയാണ്. അതൊക്കെ കൂടി കർഷകനായിരുന്നു. ഇതിപ്പം എന്തെങ്കിലും ഈ കല്യാണ വീട്ടിൽ ഇങ്ങനെ ഒരു പരിപാടി ഒന്നല്ല, കല്യാണം എന്താ നമ്മുടെ റിലേഷനാണ്. അപ്പൊ ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് ഉദ്ദേശിച്ചിട്ട് എല്ലാ കല്യാണത്തിനും വരില്ല, ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് വന്നു മാത്രം. അല്ലാതെ ഓൻ വരാൻ പറഞ്ഞിട്ട് വന്നോ അങ്ങനെയൊന്നല്ല, നമ്മുടെ റിലേഷനാണ്. ഓൻ കല്യാണം പറയാൻ വന്നപ്പോ ഇതൊക്കെ കൂടി കണ്ടപ്പോൾ ഇതെന്തെങ്ങനെ വാരി വലിച്ചിട്ട് ഇതൊന്ന് ഒരുക്കൂട്ടിയിട്ട് നമുക്ക് കൊണ്ടുവന്നങ്ങനെ കൂടെ. ഈ 40 വർഷം കൊണ്ട് ശേഖരിച്ച സാധനങ്ങളാണ്. അതെ, ഞാൻ സ്വയം ശേഖരിച്ച സാധനങ്ങളാണ്. ഇതിന് ഏകദേശം എത്ര രൂപ മുതൽ മുടക്ക് വരുന്നുണ്ട്? പറയാൻ പറ്റില്ല. എന്നാലും ഒരു ഏകദേശം ഈ 40 വർഷം എനിക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം ഓരോ സാധനം മേടിക്കുമ്പോഴും അതിന്റെ പിറ്റത്തെ വർഷം അതിന് ഇരട്ടി വില. പിന്നെ കർഷകരായ കാരണം ഞാൻ 1-2 വർഷം തന്നെ സാധനം മേടിച്ചു കൊടുക്കുന്നു. പിന്നെ ഒക്കെ വോട്ട് പാത്രങ്ങളൊക്കെ വില കൊടുത്ത് വാങ്ങി. അന്ന് മേടിച്ച വില അല്ല അപ്പം ഇന്നുള്ളത്. അതുകൊണ്ട് മൂല്യം കണക്കൂട്ടാൻ ഒക്കെ പ്രയാസമുണ്ട്. ഇന്നത്തെ ഈ ഒരു സമയത്ത് മിനിമം ഒരു 10-50 വയസ്സൊക്കെ ഉള്ള ആളുകളാണ് ഇതൊക്കെ കണ്ടിട്ടുണ്ടാവും. 20 വയസ്സൊക്കെ ഉള്ള പിള്ളേര് അറിയില്ല, അവർക്ക് ഒന്നും അറിയില്ല. കാരണം അവർക്കിത് പരിചയപ്പെടുത്തുക, അവരുടെയൊക്കെ കാണുന്ന ഒരു മനസ്സമാധാനം ഉണ്ടല്ലോ, ഒരു ചെറിയ അതാണ് നമ്മുടെ ബെനിഫിറ്റ്. ഇതൊക്കെ വീട്ടുകാർ ഈ ഒരു പരിപാടിയോടൊക്കെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. ഇപ്പൊ സപ്പോർട്ടുണ്ട്. ആദ്യം ഉണ്ടായിരുന്നില്ല. ആദ്യം റൂമിൽ ആക്രി കൊടുത്ത് കൂട്ടാന്ന് മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ. പിന്നെ ഇങ്ങനെ ഒക്കെ കൂടി ഇങ്ങനെ കണ്ടു നോക്കുമ്പോൾ ഒരാൾ കൂടിയ സ്ഥലത്ത് സ്കൂളിലൊക്കെ കൊണ്ടുപോയപ്പോൾ ഇങ്ങനെ കണ്ടപ്പോൾ അവർക്കത് ഇറങ്ങാൻ കഴിയും. ഇപ്പൊ കല്യാണത്തിനൊക്കെ വരുന്ന ആളുകൾ എല്ലാവരും ഒന്ന് കയറി കാണുന്നത് നല്ല അഭിപ്രായം ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ടവര് നിർദ്ദേശങ്ങളും ഒക്കെ ഇതാണ് ഞാൻ പറയുന്നുണ്ട്. കല്യാണത്തിൽ മുന്നേ കല്യാണങ്ങൾക്കൊക്കെ പോയിട്ടുണ്ട്. ഒരെണ്ണത്തിന് പോയിട്ടുണ്ട്. അത് എന്റെ തറവാടിന്റെ വേറൊരു കല്യാണമാണ്. തിരൂര് പ്രദർശനം വേറെ എവിടെയൊക്കെ ഇതുപോലെ സ്കൂളിലൊക്കെ നടത്താറുണ്ട്. സ്കൂളിൽ കോളേജിലൊക്കെ പോകാറുണ്ട്. കല്യാണത്തിന് ഇത് രണ്ടാമത്തെ. ഇതിങ്ങനെ കൊണ്ടുപോയി ഇത് പ്രദർശിപ്പിക്കുമ്പോൾ അതിന് വരുന്ന ചെലവുകളും കാര്യങ്ങളൊക്കെ ചെലവ് വരും. അത് ഞാൻ അവരോട് പറയും. എനിക്ക് വരുന്ന ചെലവുകൾ കാരണം ഇപ്പൊ ഒരു വണ്ടി നില കൊണ്ടിട്ടാണ്. അപ്പൊ അവർക്ക് വരുന്ന ബെനിഫിറ്റ് കൊടുക്കണം. എനിക്ക് കൊണ്ടൊന്നും വേണ്ട, ഞാൻ അരിവടിക്കാൻ കുറിച്ചുള്ള വരും. കാരണം വിഷയമല്ല. അതുകൊണ്ട് എൻ്റെ നാട്ടില് നടക്കുന്ന ഒരു കല്യാണമാണ്. ഇന്നലെ ഈ കല്യാണത്തിന് ഞാനിവിടെ വന്ന സമയത്ത്, ഇന്നലെ സത്യത്തിലൂടെ കയറാൻ കഴിഞ്ഞില്ല, തിരക്കിലായിരുന്നു. എന്തായാലും ഇന്ന് വന്ന് കയറണം എന്ന് തീരുമാനിച്ചിരുന്നു. ഇവിടെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഈ പഴയ പെട്രോമാക്സ്, അതുപോലെ റാന്തള്, പഴയ ഗൾഫുകാരൊക്കെ വരുമ്പം കൊണ്ടുവരുന്ന ഗൾഫുകാരുടെ അടയാളമായിരുന്നത്. ആദ്യം വരുമ്പോ കൊണ്ടുവരുന്ന സാധനം അതാണ്. പിന്നെ അതിനങ്ങനെ ചെറുതായി വന്ന് പിന്നെ കൊണ്ടല്ല ആരും ഇല്ല. അതുപോലെ അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. എന്തായാലും ഈ ദൃശ്യങ്ങളിൽ നിങ്ങൾക്ക് അതൊക്കെ കാണാൻ കഴിയും. ഇതുപോലെ ഒരു പരിപാടി ആദ്യമായിട്ടാണ്. എന്തായാലും കല്യാണത്തിന് ആദ്യമായിട്ട് ആരും അങ്ങനെ അല്ല, കല്യാണത്തിന് എവിടെയും നമ്മൾ വെറൈറ്റി ആക്കണം എന്ന് പറഞ്ഞു. നമ്മുടെ മരുവാനാണ് ഇതിന്റെ വളരെ കല്യാണം. അപ്പൊ പിന്നെ വെറൈറ്റി ആക്കാൻ പറഞ്ഞു. ഏതായാലും വളരെ വേണ്ടപ്പെട്ട ഒരു കല്യാണമാണ്. ഇന്നലെ വന്ന് കയറാൻ കഴിഞ്ഞില്ല. ഇന്നലെ വിശദമായിട്ടൊന്ന് കാണണമെന്ന് തീരുമാനിച്ചു. കണ്ടു, സന്തോഷം. എന്തായാലും ഇവിടെ ഇദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറൊക്കെ ഞാൻ ഇവിടെ ഒരു വീഡിയോയിൽ ഞാൻ എന്തായാലും അത് കാണിക്കുന്നുണ്ട്. ആവശ്യക്കാർക്ക് വിളിക്കാം, സാധനങ്ങൾ പരിചയപ്പെടാം. ഇന്നത്തെ ഞാൻ പറഞ്ഞല്ലോ 10-20 വയസ്സുള്ള കുട്ടികളൊന്നും ഇത് കണ്ടു കാണില്ല, അവരെയൊക്കെ അത് കാണിക്കാം, പരിചയപ്പെടുത്തണം. അതേ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ. എന്തായാലും അത് കാണുന്ന ആളുകൾക്ക് സന്തോഷമാണ്. എല്ലാവരും പറയുന്നുണ്ട് നന്നായിട്ടുണ്ട്. എന്തായാലും
എല്ലാവിധ ആശംസ. ആശംസകളും അഭിനന്ദനങ്ങളും. താങ്ക് യു.